അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഗ്ലിംസസ് ഓഫ് ലൈറ്റ് ഉണ്ടായിരുന്നു, ചെറിയ പ്രകാശങ്ങളുണ്ടായിരുന്നു. ചില ആളുകളുണ്ടായിരുന്നു പല ഭാഗത്തായിട്ട്, അവർക്ക് എന്താണ് റൈറ്റ് എന്നറിയായിരുന്നു. അവരെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം എന്നുള്ളത് തേടിക്കൊണ്ട് നിന്നിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള 2-3 പേരെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം സത്യം തേടി യാത്ര ചെയ്ത് മക്കയുടെ പുറത്തേക്ക് യാത്ര ചെയ്തു പോയി. ഖുറൈശിൽ നിന്നൊരാളായിരുന്നു. അയാൾ ആദ്യം ജൂതന്മാരുടെ അടുത്ത് പോയിട്ട് അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ച് പഠിച്ചു. പക്ഷേ അത് ഫോളോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ അദ്ദേഹം പോയി ക്രിസ്ത്യാനിയുടെ അടുത്ത് അവിടെ ആ മതം പഠിച്ചിട്ട് പക്ഷേ അത് ഫോളോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം കേട്ടു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, അതായത് ഹനഫിയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളൊരു മതത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഒരു ഹനഫിയ ആയി മാറി, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാത പിന്തുടരുക. അപ്പോൾ മക്കയിൽ ഈ ഡാർക്ക്നെസ്സിൻ്റെ ഒരു ഇരുട്ടിൻ്റെ കടലിൽ സെയ്ദ് ബിൻ നുഫൈൽ മാത്രമായിരുന്നു ഒരൊറ്റയ്ക്കുള്ളൊരു ശബ്ദം പോലെ. അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സെയ്ദ് ബിൻ നുഫൈലിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കഅബയിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ആളുകളോട് സംസാരിക്കുന്ന ഖുറൈശികളോട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഇബ്രാഹിമിൻ്റെ വഴിയല്ല പിന്തുടരുന്നത്, ഞാൻ മാത്രമല്ല, അപ്പോൾ നിങ്ങൾ അതിലേക്ക് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കാരണം ഖുറൈശികൾ എപ്പോഴും അവർ ഇബ്രാഹിമിൻ്റെ പിൻപറ്റുന്നവരാണ്, അവർ ഇൻഹെറിറ്റേഴ്സാണ്, ഞങ്ങളാണ് സത്യമാർഗം ഫോളോ ചെയ്യുന്നതൊക്കെ അവരെപ്പോഴും പറയായിരുന്നു. പക്ഷേ സെയ്ദ് ബിൻ നുഫൈൽ അവരോട് പറയും, നിങ്ങൾ ആരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഞാനാണ് ഫോളോ ചെയ്യുന്നതെന്ന്. അതുമാത്രമല്ല, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഓ ഗോഡ്, എനിക്ക് ഏതാണ് നിനക്ക് ഇഷ്ടമുള്ള പാത എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്ത് നിന്നെ ആരാധിച്ചേനെ, പക്ഷെ എനിക്ക് അറിയില്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്, അദ്ദേഹം അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ട്, സത്യം എന്താണെന്നറിയാം, പക്ഷെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് മാത്രമേ. അതായത് ഒരു ശരിയ ഇല്ല അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. വിശ്വാസവും ഈമാനൊക്കെ ഉണ്ട്. ഈ സെയ്ദ് പോലത്തെ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ ഹൃദയം അവരെ നല്ല വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അവർക്കറിയാം അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നൊക്കെ അറിയാം, പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അത് അന്വേഷിച്ച് പോവുകയും ചെയ്തു. നമ്മൾ ചില ആളുകളെ കാണാം, റീസെൻ്റ്ലി മുസ്ലിം ആയവരൊക്കെ. അപ്പോൾ അവർ പറയും അവരൊരിക്കലും മദ്യപിച്ചിട്ടില്ല, അവരൊരിക്കലും പന്നിയിറച്ചി കഴിച്ചിട്ടില്ല, കാരണം ഇതൊന്നും നല്ലതല്ല എന്നറിയായിരുന്നു. അതേപോലെ മറ്റുള്ള തെറ്റുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. മനസ്സിൻ്റെ ഉള്ളിൽ അറിയായിരുന്നു ഒരു ദൈവം ഉണ്ട്, അതിനോട് ആരാധിക്കണം എന്നുള്ളത്. പക്ഷേ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവർ അങ്ങനെ പല ആളുകളും ഉണ്ട്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെയാണ് സെയ്ദ് ബിൻ നുഫൈൽ പോയിക്കൊണ്ടുവന്നിരുന്നത്. ഉദാഹരണത്തിന് മക്കയിൽ പെൺകുട്ടികളെ കൊല്ലുമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അതിലൊന്നും പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു ഫാദർ ഒരു സ്വന്തം മോളെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് പറയും, അവളെ എനിക്ക് തായോ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ പെൺകുട്ടികളെ ദത്തെടുത്ത് വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്യും, അവൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മക്കയിൽ വെച്ച് ഇറച്ചി അദ്ദേഹം കഴിക്കില്ലായിരുന്നു. ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു മീൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചില്ല, അടുത്ത ആൾക്ക് പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്തത് സെയ്ദ് ബിൻ നുഫൈലിന് എത്തിയപ്പോൾ സെയ്ദ് ബിൻ നുഫൈൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവങ്ങൾക്ക് വേണ്ടി മീറ്റ് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ആടിനെയൊക്കെ തന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ദൈവമാണ്, അല്ലെങ്കിൽ ഗോഡ്, അള്ളാണ്. എന്നിട്ട് അദ്ദേഹം വെള്ളം കൊണ്ടുതരുന്നു, ചെടികൾ നനയ്ക്കുന്നു, ആ ചെടികൾ കഴിച്ചിട്ടാണ് ഈ ആട് ഇതാവുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തിനാ അള്ളാഹുടെ പേരിലല്ലാണ്ട് വേറെ ആളുകളുടെ പേരിൽ അറക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ സെയ്ദ് മുസ്ലിം ആയിരുന്നു. അതുമാത്രമല്ല, സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത കിട്ടിയ 10 സഹാബികളിൽ ഒന്നുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം
പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് സ്വന്തം ഉപ്പാനെ കുറിച്ചിട്ട്. അതായത് എന്തായിരിക്കും ഉപ്പാടെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് മരിച്ചതല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറയും, നിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ സ്വന്തമായിട്ട് ഒരു രാജ്യം ഒറ്റയ്ക്ക് നടന്ന പോലെ ആയിരിക്കും വരിക. കാരണം ഈ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ആളുകളെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഓരോരോ ഗ്രൂപ്പായിട്ടാണ് തിരിക്കുക. ഓരോ പ്രോഫറ്റിൻ്റെ ഗ്രൂപ്പ് വരും. അപ്പോൾ അത് നൂഹ് നബിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, മൂസ നബിയുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഈസാ നബിയുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഇബ്രാഹിം നബിയുടെ ഗ്രൂപ്പ് ഉണ്ടാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ സെയ്ദ് ബിൻ നുഫൈൽ ഈ ഒരൊറ്റ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒന്നും ഭാഗമല്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുന്നു. കാരണം അദ്ദേഹം സത്യം അറിഞ്ഞ് അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ വർഷിപ്പ് ചെയ്ത ആളാണ്. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് വറഖ ബിൻ നൗഫൽ. വറഖ ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കസിനായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യനായിരുന്നു. പക്ഷേ എഴുത്തും വായനയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് കോപ്പി ചെയ്ത് എഴുതി അതിന് എടുത്ത് പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്രോൾസ് കുറച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ആണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒറ്റ ദൈവത്തിലാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ചില ക്രിസ്ത്യൻസ് അതായത് ഒരു ദൈവമുള്ളോ എന്ന് വിശ്വസിച്ചിരുന്നത്. മറ്റുള്ളവരൊക്കെ എന്താ പറയുക വിഭജിച്ച് പോയി ഈസാ അലൈഹി സ്വലാമിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ചില ക്രിസ്ത്യൻസ് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു. വറഖ ബിൻ നൗഫൽ അതിലൊരാളായിരുന്നു. നമുക്കറിയാം ഈ വറഖ ബിൻ നൗഫലിനെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ പോയിട്ട് കൺസൾട്ട് ചെയ്യണത്. എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യമായിട്ട് റിവലേഷൻ ഉണ്ടാകുമ്പോൾ, നുബുവത്ത് കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ച് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വന്നിട്ട് കൺസൾട്ട് ചെയ്യണത് ഈ കസിനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് വറഖ ബിൻ നൗഫൽ മരിച്ചു പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ പലപ്പോഴും വണ്ടർ ചെയ്യാറുണ്ട് വറഖ ബിൻ നൗഫലിന് എന്ത് പറ്റും. അപ്പോൾ ചിലർ പറയും അദ്ദേഹം നരകത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മെസ്സേജ് പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം നരകത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയെങ്കിൽ കൂടി അദ്ദേഹം ഈ മെസ്സേജ് പഠിപ്പിച്ച് അല്ലെങ്കിൽ പ്രചരിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ പോകുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, വെള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നരകത്തിലുള്ള ആൾ ഒരിക്കലും വെള്ള വസ്ത്രങ്ങളിട്ട് കാണില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. അതിൽ വറഖ ബിൻ നൗഫലിന് 2 ഗാർഡൻസ് ഉണ്ട് സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് റൈറ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ളൊരു ബിലീഫ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു സഹാബിയുടെ പേരും കൂടി പറയാനുണ്ട്, സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു. അത് കുറച്ചൊരു നീണ്ട കഥയാണ്. അപ്പോൾ നമുക്കത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.